പാല മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ആക്ഷൻ കൗൺസിൽ. അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാല കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വൻ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകളില്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി MRPCS ഉടമസ്ഥയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഫാക്ടറി കഴിഞ്ഞ 10 വർഷം പൂട്ടിക്കിടന്ന ശേഷം ഇപ്പോൾ യാതൊരു നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയും തുറന്നു പ്രവർത്തിച്ചു വരുന്നു. ഈ ഫാക്ടറി പാലാ മുനിസിപ്പാലിറ്റി 1, 2, 3 വാർഡുകളിലായി താമസിക്കുന്ന 1000-ൽ പരം കുടുംബങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ വിഷവായു, മലിനീകരിക്കപ്പെട്ട ജലവും അസഹനീയമായ ദുർഗന്ധവും ഈച്ച, കൊതുക് ശല്യവും ആണ് നൽകുന്നത്. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം ക്യാൻസർ, അലർജി, ശ്വാസകോശ രോഗങ്ങളാൽ പലരും മരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. മേൽപ്പടി ഫാക്ടറിയിൽ ഉണ്ടാകുന്ന മലിനജലം പരിസരത്തെ കണ്ടത്തിലേക്ക് ഒഴുക്കുന്നു. ഇത് ലാളം തോട്ടിലെത്തുന്നു. അവിടെ നിന്നും മീൻച്ചിലാറ്റിലും ഇത് സമീപ പ്രദേശങ്ങളിലുമുള്ള കുടിവെള്ള പദ്ധതികളിലും വാട്ടർ അതോറിറ്റിയുടെ മീൻച്ചിൽ ആറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന കിണറ്റിലെ ജലം മലിനമാക്കുന്നു. ഇപ്പോൾ നിലവിൽ ഫാക്ടറിയുടെ മാലിന്യം കുഴിച്ചുമൂടുന്നത് വലിയൊരു കിണർ കുഴിക്കുകയാണ്. മേൽപ്പടി കിണറിൽ ജലം സമീപത്തെ ജലസ്രോതസ്സുകളിലെത്തും. സമീപത്തെ കുടുംബങ്ങളിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. മേൽപ്പടി ഫാക്ടറിയുടെ പ്രവർത്തനം ഉടനെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിസരവാസികൾ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വമ്പിച്ച പ്രതിഷേധ യോഗം വിളച്ചൂരിൽ കൂടുകയാണ്. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ, അലർജി, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതുമായാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഫാക്ടറിക്കെതിരെയുള്ള പ്രതിഷേധ യോഗം വെള്ളഞ്ചൂരിൽ നടക്കും. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടൻകാവിൽ, ജോസുകുട്ടി പുത്തൻപുരിയിൽ, സനി തെരുവങ്കുന്നൽ, ബിജു TD, കുര്യാച്ചൻ മഞ്ഞക്കുന്നൽ, തോംസൺ ചെമ്പിളായിൽ, സാലി കാവുങ്കൽ, ജോസി പഴയിടം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. i4A ന്യൂസ് പാല.